നമസ്കാരം. ഇത്രയും നാൾ നൽകിയിരിക്കുന്ന പെൻഷൻ അവകാശമല്ല ഔദാര്യം എന്ന് പറയാൻ കാണിച്ച പിണറായി സർക്കാരിന്റെ അഹങ്കാരത്തിന് പൊതുജനങ്ങൾ മറുപടി പറയുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനവുമായി KPCC ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസൻ ഉൾപ്പെടെ രംഗത്തുണ്ട്. ക്ഷേമ പെൻഷൻ അവകാശമല്ലെന്ന് ഭിക്ഷയാണെന്നും ഹൈക്കോടതിയെ സത്യവാങ്മൂലത്തിലൂടെ അറിയിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഹങ്കാരത്തിന് 50 ലക്ഷം സാധാരണക്കാർ ബാലറ്റിലൂടെ തിരിച്ചടിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് സംഭവത്തിന് ആസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത്. ക്ഷേമ പെൻഷൻ നൽകാനെന്ന് പറഞ്ഞ് സംസ്ഥാന സർക്കാർ മദ്യത്തിൽ നിന്നും ഇന്ധനത്തിൽ നിന്നും സെസ് പിരിക്കുന്നുണ്ടെന്നും പക്ഷേ കൃത്യമായി ക്ഷേമ പെൻഷൻ നൽകുന്നില്ല എന്നും ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയിലെത്തിയ പൊതു താൽപര്യ ഹർജിയിലായിരുന്നു സർക്കാർ ഇത്തരത്തിലൊരു വിചിത്രമായ നിലപാട് അറിയിച്ചത്. ക്ഷേമ പെൻഷൻ കൃത്യമായി നൽകണമെന്നാവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് A. ഷിബിയാണ് ഹൈക്കോടതിയെ ഈ ഒരു വിഷയത്തിൽ സമീപിച്ചത്. ഇതിന്റെ മറുപടിയായി ക്ഷേമ പെൻഷൻ അവകാശമല്ലെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കുകയായിരുന്നു. 500 മുതൽ 999 രൂപ വരെയുള്ള ഇന്ത്യൻ നിർമ്മിത മദ്യത്തിന് 20 രൂപയും 1000 രൂപയ്ക്ക് മുകളിലുള്ള മദ്യത്തിന് 40 രൂപയുമാണ് ജനങ്ങൾ സെസ് നൽകുന്നത്. 1 ലിറ്റർ പെട്രോൾ, ഡീസൽ എന്നിവയ്ക്ക് 2 രൂപയും സെസ് നൽകുന്നുണ്ട്. ക്ഷേമ പെൻഷൻ നൽകാനാണ് ഈ സെസ് പിരിവ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സർക്കാർ സെസ് പിരിച്ചിരുന്നത്. എന്നാൽ ഇത്തരത്തിലെല്ലാം സെസ് പിരിച്ചിട്ടും ജനങ്ങൾക്ക് പെൻഷൻ നൽകുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയ ഹർജിക്കെതിരെ സർക്കാർ ക്ഷേമ പെൻഷൻ എന്നത് സർക്കാർ നൽകുന്ന വെറും ഔദാര്യം തന്നെയെന്ന് ഉറപ്പിച്ചു പറയുകയായിരുന്നു. എന്നാൽ സർക്കാരിന്റെ ഈ അടിസ്ഥാനരഹിതമായ വിശദീകരണത്തിന് ജനങ്ങൾ തിരിച്ചടിക്കുമെന്നാണ് MM ഹസൻ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. കോവിഡ് കാലത്ത് കിറ്റ് നൽകി ആളുകളെ പറ്റിച്ച് അധികാരത്തിലേറി 40 വാഹനങ്ങളുടെ അകമ്പടിയിൽ നാടുവിറപ്പിച്ചു യാത്ര ചെയ്യുന്ന പിണറായി വിജയൻ ജനങ്ങളെ പുച്ഛത്തോടെ കാണുന്നുണ്ട് എന്നും അദ്ദേഹം ഈ സമീപനം നിർത്തണമെന്നും ആരോപിക്കുകയുണ്ടായി. ക്ഷേമ പെൻഷൻ അവകാശമല്ലെന്ന് വന്നതോടെ ഇനി എപ്പോൾ നൽകണം, എത്ര നൽകണം, ആർക്ക് നൽകണം എന്നൊക്കെ പിണറായി തന്നെയായിരിക്കും തീരുമാനിക്കുക. ജനങ്ങൾക്ക് കിട്ടുമ്പോൾ വാങ്ങാം എന്ന് മാത്രം. കിട്ടിയില്ല എങ്കിൽ മിണ്ടാതെ മൂലയ്ക്ക് ഇരുന്നോണം. ഇതാണ് മുഖ്യമന്ത്രി ഇത് പറയാതെ പറയുന്നത്. റംസാൻ, വിഷു, ഈസ്റ്റർ തുടങ്ങിയിട്ടുള്ള പുണ്യനാളുകളിൽ പോലും ജനങ്ങളെ സർക്കാർ അർദ്ധ പട്ടിണിയിലേക്ക് തള്ളിവിടുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ക്ഷേമ പെൻഷൻ മുടങ്ങിയപ്പോൾ പിച്ചച്ചട്ടിയെടുത്ത മറിയക്കുട്ടിയെ പോലെ ബാക്കിയുള്ളവരും തെരുവിലേക്ക് ഇറങ്ങുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് മനുഷ്യപ്പറ്റില്ലാത്ത ഭരണാധികാരിയായ പിണറായി വിജയൻ. പ്രായമായവർ, അംഗപരിമിതർ, വിധവകൾ തുടങ്ങിയ സമൂഹത്തിന്റെ കൈത്താങ് വേണ്ടവരാണ് ക്ഷേമ പെൻഷൻ എല്ലാം ലഭിക്കുന്നത്. അവരെ കൈവിട്ട് കോർപ്പറേറ്റുകളെ താലോലിക്കുന്ന അവസ്ഥയിലേക്ക് പിണറായി ഭരണം കൂപ്പുകുത്തിയെന്നും MM ഹസൻ ചൂണ്ടിക്കാട്ടി. 80,000 രൂപ നൽകാനുള്ളപ്പോൾ 32,000 രൂപ കുടിശ്ശിക നൽകിയിട്ട് പുരപ്പുറത്ത് കയറി നിന്നാണ് പിണറായി വിജയൻ ഇത്തരത്തിൽ ചെണ്ട കൊട്ടുന്നത്. ഇന്ധന സെസ്, മദ്യത്തിൽ നിന്നുള്ള സെസ്, കേന്ദ്ര സഹായം എന്നിവയെല്ലാം ക്ഷേമ പെൻഷന്റെ പേരിലാണ് സർക്കാർ മുക്കുന്നത്. ഇതിൽ കേന്ദ്രത്തിന്റെ സഹായം പലപ്പോഴും മുടങ്ങിയിട്ടുമുണ്ട്. കേരളത്തിന്റെ നികുതിദായകർ പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കാൻ നൽകുന്ന ഈ പണം അഴിമതിക്കും ആർഭാടത്തിനും വിനിയോഗിക്കുന്നത് കൊണ്ടാണ് ക്ഷേമ പെൻഷൻ നൽകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇതിൽ സർക്കാർ മാത്രമാണ് പ്രതിസ്ഥാനത്തുള്ളത്. UDF സർക്കാർ രാജ്യത്ത് ആദ്യമായി തൊഴിലില്ലായ്മ വേതനം നടപ്പാക്കി മാതൃക കാട്ടിയിട്ടുള്ള നാടാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 1 ലക്ഷം രൂപ വരെ വരുമാനമുള്ള കുടുംബത്തിലെ തൊഴിൽ രഹിതർക്ക് നൽകിയിരിക്കുന്ന സഹായമായിരുന്നു ഇത്. പിണറായി സർക്കാർ തൊഴിലില്ലായ്മ വേതനം നൽകാനുള്ള ആദായ പരിധി വെറും 12,000 രൂപ ആക്കിയതോടെ ആ പദ്ധതി തന്നെ നിലച്ചുപോയിരിക്കുന്നു എന്നും MM ഹസൻ കൂട്ടിച്ചേർത്തു. എന്തായാലും മുഖ്യമന്ത്രി വലിയ വായിൽ പറഞ്ഞിരിക്കുന്ന പെൻഷൻ അവകാശമല്ല, സർക്കാരിന്റെ ഔദാര്യം മാത്രമെന്നുള്ള ഡയലോഗ് ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ഏറെ അഹങ്കാരത്തോടെയുള്ള മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവനയ്ക്ക് മറുപടി ജനങ്ങൾ തന്നെ നൽകും, വോട്ടിലൂടെ എന്ന് മാത്രം.